ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും സുഖമായിരിക്കണോ? സുഖമാണല്ലേ? കുറേ ദിവസമായി മാം നിങ്ങളെ കണ്ടിട്ട്. എല്ലാവരും സുഖമായിരിക്കണോ? നല്ല കുട്ടികളായിരിക്കണോ? ചിലവർ സ്കൂളിൽ വരുന്നുണ്ട് ഇല്ലേ? നമ്മൾ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ സ്കൂളിൽ വരുമ്പോൾ നിങ്ങൾക്ക് വായിക്കാം, ലൈവ് ക്ലാസ്സിലും വായിക്കാം. കൂട്ടക്ഷരങ്ങളൊക്കെ പഠിച്ചില്ലേ? പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കുന്നത് കവർഗമാണ്, വ്യഞ്ജനാക്ഷരമാണ്. വ്യഞ്ജനാക്ഷരത്തിലെ കവർഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണ് കവർഗത്തിൽ വരുന്ന അക്ഷരങ്ങൾ ഒന്ന് പറഞ്ഞു തരാമോ? ഖ, ഗ, ഘ, ഘ, ങ. ഖ, ഖ, ഘ, ഘ, ങ. അത്രയും അക്ഷരങ്ങൾ, 5 അക്ഷരങ്ങളുണ്ട്. അതിലെ ഖ എന്നുള്ള അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? ഖയുടെ കൂട്ടക്ഷരം പഠിച്ചു. ഖ എന്നുള്ള അക്ഷരം വെച്ചൊരു പദം പറയാമോ? കാക്ക. അതിലെ ഖ എന്നുള്ള അക്ഷരമുണ്ട്, ഖയുടെ കൂട്ടക്ഷരമുണ്ട്. അടുത്ത അക്ഷരം എന്ന് പറഞ്ഞേ ഖ വെച്ചിട്ട്. കട, കടല, കമലം. അതിലൊക്കെ ഖ എന്നുള്ള അക്ഷരമുണ്ട് ഇല്ലേ? ങായും പഠിച്ചിട്ടുണ്ട്. ങായുടെ കൂട്ടക്ഷരമാണ് നിങ്ങൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? മാങ്ങ, തേങ്ങ, നാരങ്ങ, മത്തങ്ങ. എത്ര അക്ഷരങ്ങളാണ് പഠിച്ചതല്ലേ? അപ്പൊ കായും പഠിച്ചു, ങായും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരങ്ങളാണ്. ഏതാണ്? ക കഴിഞ്ഞ ഖ, ഖ, ഘ. ഈ 2 അക്ഷരങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തേ. അതിൽ ഈ അക്ഷരങ്ങൾ വരുന്ന പദങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എല്ലാവരും എടുത്തോ. പേജ് നമ്പർ 56, പാഠം 26. ഖ, ഘ, ഘ, ഝ, ഢ, ഢ, ഢ. ഇത്രയും അക്ഷരങ്ങളാണ് ഉള്ളത്. അതിലെ ആദ്യത്തെ 2 അക്ഷരമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണ്? ഖ, ഘ. ഒരു ചിത്രം കണ്ട? ആ ചിത്രം ഏതൊരു മുഖത്തിന്റെ ചിത്രം അല്ലേ? അപ്പൊ എങ്ങനെയാ നമ്മൾ വായിക്കുക? മുഖം, 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 മുഖം. ഇനി ഏത് പദാ വരുന്നത്? നഖം, നഖം. ഘം, ഘം. സുഖം, സുഖം. എത്ര പദാ പഠിച്ചതല്ലേ? ഒന്ന് പറഞ്ഞേ. മുഖം, നഖം, ഘം, സുഖം. ഇനി അടുത്ത അക്ഷരത ഘ വെച്ചിട്ടുള്ള പദങ്ങളാണ്. ഘ വെച്ചിട്ട് ഏതൊക്കെ അക്ഷരങ്ങളായിലുള്ളത്? ഗഗനം, ഗാനം, ഗിരി, ഗാഥ. ഇത്രയും അക്ഷരങ്ങളുണ്ട് ഇല്ലേ? നമ്മുടെ ടെസ്റ്റുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? ഗാനം, ഗഗനം. 2 പദങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഗാനം, ഗഗനം. ഈ പദങ്ങൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കിയേ. ഏതൊക്കെയാണ് കവർഗത്തിലെ പദങ്ങൾ? ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഒപ്പം വായിക്കണം. ഖ, 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 ഘ, ങ അല്ലെ? അതിലെ ഏതക്ഷരം പഠിക്കുന്നത്? ഘ. രണ്ടാമത്തെ അക്ഷരമായ ഖ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെ എഴുതാൻ നോക്കൂ. 0 പോലെ ഇട്ട് പോലെ ഇട്ട് നോക്കാം. ഇതാണ് ഏത്? ഖ എന്നുള്ള അക്ഷരം. ഖ എന്നുള്ള അക്ഷരം വെച്ചുള്ള പദങ്ങൾ നമ്മൾ പഠിച്ചുല്ലോ. ഒന്ന് പറഞ്ഞു തരൂ. നമുക്ക് ഒപ്പം എഴുതാം. ഒന്നാമത്തെ അക്ഷരം നഖം, നഖം, നഖം. എല്ലാവരുടെ കയ്യിലും നഖല്ലേ? നഖം വെട്ടണം, വൃത്തിയായി സൂക്ഷിക്കണം അല്ലെ? നഖം വെട്ടിയിട്ടില്ലെങ്കിൽ നഖത്തിന്റെ ഇടയിലെ ചേർന്ന് കയറിയ നമ്മുടെ ഭക്ഷണ സാധനത്തിലൂടെ വയറ്റിൽ എത്തിയ വയറിന്റെ വേദന. എല്ലാവരും നഖം വൃത്തിയായി വെട്ടണം കേട്ടോ. ഒന്നാമത്തെ അക്ഷരം പഠിച്ചു ഏതാണ്? നഖം. അടുത്ത വാക്കോ? സുഖം, സുഖം, സുഖം. 2 അക്ഷരം പഠിച്ചു. നഖം, സുഖം. അടുത്തതോ? മുഖം, മുഖം, മുഖം. അപ്പൊ ഗ വെച്ചിട്ട് 3 അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? നഖം, സുഖം, മുഖം. ഇനി അടുത്ത ഞാൻ പറഞ്ഞത് ഏതാണ്? ഖ, ഖ പഠിച്ചു. ഇനി ഘ എന്നുള്ള അക്ഷരം കണ്ടോ? ഘ, ഘയാണ് നമ്മൾ എഴുതുമ്പോൾ. നോക്കൂ, വെള്ളോട്ട് പോയി താഴോട്ട് എങ്ങനെ എന്നാ വായിക്കുക? ഖ. ഖ വെച്ചിട്ടുള്ള പദം ആദ്യം തന്നെ പാട്ട് നമുക്ക് ഇഷ്ടമാണല്ലോ. പാട്ടിന് പറയുന്ന മറ്റൊരു വാക്ക് എന്താണ്? ഗാനം. പാട്ടിന് പറയുന്ന മറ്റൊരു വാക്ക് ഗാനം. എഴുതാലോ? ഘ,
ഗാനം ഗാനം. വേറൊരു പദം പറയൂ. ഗഗനം. ഗഗനം എന്ന് പറഞ്ഞാല് ആകാശം എന്നാണ് അർത്ഥം. ഗഗനം. അപ്പൊ ഗ 2 പ്രാവശ്യം എഴുതണം കേട്ടോ. ഗനം. ഗഗനം ആകാശം. 2 വാക്ക് നമ്മൾ പഠിച്ചത് ഏതാണ്? ഗാനം ഗഗനം. ഇനി അടുത്തൊരു പദം പറയൂ. ഗാനം ഗഗനം ഗാഥ എന്നൊരു വാക്കുണ്ട്. ഗാഥ. ഗാഥ എന്ന് പറഞ്ഞാല് പാട്ട് എന്നാണ് അർത്ഥം. ഏതൊക്കെ നമ്മൾ പഠിച്ചു? ഗാനം പഠിച്ചു, ഗഗനം പഠിച്ചു, ഗാഥ പഠിച്ചു. എല്ലാവരും പഠിച്ചത്. ഇനി മാം പറയുന്നത് പദസൂര്യനാണ്. പരീക്ഷയ്ക്ക് പദസൂര്യൻ വരും. ഏതെങ്കിലും ഒരു അക്ഷരം തരും. ആ അക്ഷരം വെച്ചിട്ട് കൂടുതൽ പദങ്ങൾ നിങ്ങൾ എഴുതണം. അപ്പൊ ആദ്യം ഗ വെച്ചിട്ട് നഖം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മറ്റു പദങ്ങൾ ഏതൊക്കെയാണ്? നഖം കഴിഞ്ഞാല് മുഖം, സുഖം ഇല്ലേ? അപ്പൊ കൂടെ എഴുതാലോ. ഗ വെച്ചിട്ട് നഖം എഴുതി, മുഖം എഴുതി, മുഖം. അടുത്ത പദം പോലെ ഏതാണ്? സുഖം. നഖം, മുഖം, സുഖം. പിന്നെ ഏറ്റവും എളുപ്പമുള്ള പറയൂ. നഖം, മുഖം, സുഖം. 3 അക്ഷരം അത്രേ നമുക്ക് വരുള്ളൂ. 2 അക്ഷരങ്ങൾ വരും. കൂടുതൽ ഒരു വർഷം കൂടി കൂടുതൽ എഴുതാനായിട്ട് വരും. അപ്പൊ 3 അക്ഷരങ്ങളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നഖം ആദ്യം ഒരെണ്ണം തന്നു, 2 എണ്ണം എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതണം. നഖം, മുഖം, സുഖം. 3 എണ്ണേ വരുള്ളൂ കേട്ടോ. അപ്പോ ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. ഏതക്ഷരങ്ങളൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞു? ഖ, ഖ. അത് വെച്ചുള്ള പദങ്ങളും നിങ്ങൾ ക്രാഫ്റ്റ് ബുക്കിൽ എഴുതി പഠിക്കണം. ഞാൻ തരുന്ന നോട്ട്സ് ഭംഗിയായി വൃത്തിയായി എഴുതിയെടുക്കണം. ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ എന്നെ കാണിച്ചു തരാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അക്ഷരവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.